ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അശ്വതിഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ശുക്രൻ എന്ന് നിൽക്കുന്നത് 2ാം ഭാവത്തിലാണ്. മേടത്തിൻ്റെ 2ാം ഭാവമാണ് ഇടവൻ രാശി. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. സുവാക്യ എന്നാണ്. ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിര ആചാര്യൻ. ശോഭനം വാക്യം യസ്യ സഹ, ശോഭനമായ വാക്യത്തോട് കൂടിയവനാകുന്നു സുവാക്യ. ഇവിടെ ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. 1 കുടുംബമാണ്, 2 7ാം ഭാവമാണ്, യാത്ര, വിവാഹം, നഷ്ടപ്പെട്ട ധനം. ദേവാലയത്തിലാണെങ്കിൽ ദേവൻ്റെ വിഷയത്തിൽ ദേവന് ആഭരണങ്ങൾ, ഇതൊക്കെയാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ശുക്രൻ നിൽക്കുന്നത് ഒരു നല്ല ഭാവത്തിലാണ്. അതിനാൽ ഈ മെയ് 15 വരെ ശുക്രൻ വളരെയധികം സമാധാനമുണ്ടാക്കും. കുടുംബത്തിൽ വിവാഹാദി വിഷയങ്ങൾ നടക്കാം, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം. വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. പ്രവാചകന്മാർ, പ്രചാരകന്മാർ, ആളുകളെ മയക്കി സംസാരിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. 2-ൽ
ശുക്രൻ നിൽക്കുമ്പോൾ വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, മുഖം ചാരുഭാഷം മനീഷാഭി ചാർവി. ചാരുഭാഷം മുഖം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകും. മനീഷാഭി ചാർവി, ധാരാളം ബുദ്ധിയും ഉണ്ടാകും. സുഖം ചാരുജാനൂണി വാസാംസിതസ്യ, നല്ല വസ്ത്രങ്ങളും ആഡംബരങ്ങളും സുഖഭോഗങ്ങളും ലഭിക്കും. രണ്ടാം ഭാവം ധനസ്ഥാനമാണ്. പലർക്കും മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നവർക്കൊക്കെ തന്നെ വളരെയധികം ഗുണം വരും. അപ്രകാരം തന്നെ നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കുന്നൊരവസ്ഥ വരും. രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സുബലം അതിധനഃ, നല്ല ബുദ്ധി, നല്ല ധനം, നല്ല ബലം, നല്ല ബലം. സ്വജന വിഭു, കുടുംബത്തിൽ സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വവും വരും. അതിനാൽ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർ. വിവാഹ വിഷയങ്ങൾക്ക് തീരുമാനമുണ്ടാകാം. യാത്ര പോകുന്നവർക്ക് യാത്രാ സൗഭാഗ്യങ്ങളുണ്ടാകാം. അതിനാൽ മേടൻ രാശിക്കാർക്ക് ശുക്രൻ വളരെയധികം വേനലിൽ ഒരു മഴ പോലെ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് മുന്നിലുള്ളത്. നന്ദി, നമസ്തേ.